ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷിൻ്റെ പെണ്ണു വീട്ടുകാർ ഇവിടെ വീട്ടിൽ വന്നിരിക്കുക. അങ്ങനെ കല്യാണത്തെ പറ്റിയൊക്കെ ഇവർ സംസാരിക്കുന്നു. അതുപോലെ ഇതൊക്കെ മാറിപ്പോയെങ്കിലും പിന്നെ ഒത്തുപിടിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നു എന്ന രീതിയിലൊക്കെ ഇവർ സംസാരിക്കുക. അപ്പോൾ സുഭാഷ് ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. സുധീഷും നിധിയുമാണ് ഇവർക്ക് ചായയും സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൂടെ വന്ന ഒരു ചേട്ടൻ പറഞ്ഞു, വീടൊക്കെ മൊത്തത്തിലൊക്കെ നോക്കിയിട്ട് കഴുക്കോലും ഉത്തരവൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, പഴയതുപോലെ തന്നെ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ വെറുതെ തമാശയ്ക്ക് ആഴ്ച എടുത്ത് മാറ്റാൻ പറ്റത്തില്ലല്ലോ എന്ന് നമ്മുടെ അച്ഛൻ ഭാസ്കരേട്ടൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചിരിച്ചു. ഞാൻ പറഞ്ഞ തമാശ അല്ല എന്ന് ഭാസ്കരേട്ടൻ അങ്ങ് എടുത്തിട്ട് അങ്ങ് കൊടുക്കുകയും ചെയ്ത്. അപ്പോഴത്തേക്ക് നിധി എല്ലാവർക്കും ചായ കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പോൾ നിധി കൊണ്ടുവന്നു ചായ എല്ലാവരും മേടിച്ച് കുടിക്കുന്നു. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ സുഭാഷ് ഇങ്ങനെ ഇവരെ നോക്കി ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്നു. സുഭാഷ് വന്ന് പരിപ്പട ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്നും പറഞ്ഞ് എപ്പോഴും ഞങ്ങൾ ചിരിയാണെന്ന് ആ ചേച്ചി അന്നേരത്തേക്കും പറയട്ടെ. സുഭാഷ് അന്നേരം അത് കേട്ടപ്പോൾ ചിരിച്ചു. ബാക്കിയുള്ളവരൊരു ആക്കിയൊരു ചിരി. അപ്പോൾ സുഭാഷ് ചമ്മി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നു. ഉള്ളത് പറയാലോ. അതുകൊണ്ടേ അവൾ പരിപ്പോട ഉണ്ടാക്കാൻ പഠിച്ചു കേട്ടോ. അതെ, നല്ല പറക്കം തലക പോലെയുള്ള പരിപ്പോട അവൾ ഉണ്ടാക്കുമെന്ന് ആ ചേച്ചി അന്നേരം പറഞ്ഞു. അച്ഛനെ നേരം ഇരുന്ന് ഇങ്ങനെ ചിരിച്ച് കാണിക്കുവാണ്. അങ്ങനെ സമോസയൊക്കെ എടുത്ത് നോക്കുമ്പം ഇത് മോനുണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചാ ചേട്ടൻ. അല്ല, ഇത് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു ഭാസ്കരേട്ടൻ. തോന്നി. അപ്പോൾ ഏറുപടക്കം പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ ഇങ്ങനെ ഒരുമാതിരി ആക്കി പറയുന്നു. അപ്പം നല്ല മറ്റേ തമാശ നമ്മളുടെ ഭാസ്കരൻ ഇങ്ങനെ പതുക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ദേഷ്യം വരുന്നുണ്ടേ. അപ്പോൾ അതുപോലത്തെ തമാശയൊക്കെ ചേട്ടൻ്റെ ഇറക്കുമതിയായിട്ട് ചേട്ടൻ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ സുഭാഷിനാണെങ്കിൽ ഭയങ്കര ഒരു വിഷമവും ഇതൊക്കെ. അതിനുശേഷം ഇങ്ങനെ ഓരോരുത്തരായിട്ട് കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു, സംസാരിച്ചു. പിന്നെ കല്യാണത്തിനും നിശ്ചയത്തിനും ഒക്കെയുള്ള ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഇവരങ്ങോട്ട് ചെന്നതാണെന്ന് അവരുടെ വായിൽ നിന്ന് അറിയാതെ വീഴുന്ന ഒരു സാഹചര്യം. അപ്പോൾ കുഴപ്പമാവുമെന്ന് നിധി ചോദിച്ചു. അപ്പം ഞങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ട് എന്നിങ്ങനെ അവർ പറയുന്നു. അപ്പം കണ്ടീഷൻ്റെ കാര്യം കേട്ടപ്പം അത് പിന്നെ അതൊന്നുമില്ല സുഭാഷ് ഏട്ടാ, അത് ഈ കല്യാണം എവിടെ നടത്തണം, എത്ര സ്വർണ്ണം എടുക്കണം, അങ്ങനെയുള്ള കണ്ടീഷൻസില്ലേ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സുധീഷ് ചാടിക്കേറി അങ്ങ് പറഞ്ഞു, കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ഭാസ്കരൻ ഇങ്ങനെ നോക്കുക. അതെ, കല്യാണം നിങ്ങൾ എവിടെയാണ് നടത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ വെച്ച് നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടനും ഒക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ സ്വർണത്തിൻ്റെ കാര്യം, അതിലിപ്പോൾ ഞങ്ങൾക്കൊരു നിർബന്ധവും ഇല്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പം അത് നിങ്ങളുടെ നിലപാടല്ലേ. പക്ഷേ ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടതെന്താ, അത് ഞങ്ങൾ നല്ല വൃത്തിയായി ചെയ്യുമെന്ന് ആ ചേട്ടന്മാർ പറഞ്ഞു. അപ്പോൾ അതാ നല്ലതെന്ന് ഭാസ്കരേട്ടൻ പറഞ്ഞു. സുഭാഷേട്ടൻ അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയോ എന്നുള്ളൊരു പേടി അവർക്ക് എല്ലാവർക്കും വന്നു. പിന്നെ ഇന്ന് ബുധൻ, രാഹു 12-ന് തുടങ്ങും. അതിനു മുൻപ് നിശ്ചയത്തിന് തീയതി കുറിച്ചാലോ എന്നാ ചേട്ടൻ ചോദിച്ചു. കുറിക്കാവെന്നും പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് നിശ്ചയത്തിന് തീയതിയൊക്കെ കുറിക്കുക. പിന്നെ ഈ മാസം 25, 30 ഡേറ്റ് ഉള്ളതെന്നും ഇതിൽ നിങ്ങൾക്ക് ഏതാ ഓക്കെ ആയിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളാനൊക്കെ അച്ഛനും സുധീഷും ഒക്കെ കൂടെ പറയാം. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ. കാര്യത്തിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം നമുക്ക് നിശ്ചയത്തിൻ്റെ 4 ദിവസം മുന്നേ തീരുമാനിച്ച് ഓക്കെ ആക്കാം. അപ്പോൾ നിങ്ങൾക്കാർക്കും കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് എന്ത് കുഴപ്പം, ഒരു കുഴപ്പമില്ല, ഒന്ന് വേഗം കഴിഞ്ഞ് കിട്ടണം അല്ലടാ എന്ന് ഭാസ്കരേട്ടൻ പറഞ്ഞു. അപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ നേരെ നോക്കിയിട്ട് അല്ലടാ എന്ന് ചോദിച്ചു. എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ഇങ്ങനെ വട്ടവും നീളവും വലിഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വിവരങ്ങളെല്ലാം ഇവർ സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നിശ്ചയവും കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് അവരങ്ങ് പോകുമ്പോൾ ഇവർ യാത്രയാക്കാൻ ഇറങ്ങി നിൽക്കുകയും ചെയ്തു. അപ്പോൾ അവരങ്ങനെ പോകാൻ ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഭാസ്കരേട്ടൻ നേരെ ആ ഒരു ബ്രോക്കറുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അയാളുടെ പോക്കറ്റിൽ കുറച്ച് പൈസയും വെച്ച് കൊടുത്തു. എന്നിട്ട് അയാളെയും പറഞ്ഞു വിട്ടു. ഈ സമയത്ത് അകത്ത് ഭയങ്കര കരച്ചിലാണ് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ നികേഷ്. അപ്പം സുഭാഷ്, എന്താടാ നീ ഇതിനെ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല ഏട്ടാ, സന്തോഷം കൊണ്ട് കരഞ്ഞതാന്ന് പറഞ്ഞു. ഒന്ന് പോടാ അവിടുന്ന് ചുമ്മാ അവൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ്. അപ്പോഴേക്ക് സുധീഷൊക്കെ ഇവനെ പോലെ ഒരുത്തൻ എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നെ, സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരേ കരച്ചിൽ, എന്നെ കഷ്ടം തന്നെടാ നിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ പറയാട്ടോ. കാര്യം വഴിതെറ്റി വിടാൻ. എടാ പറഞ്ഞതുപോലെ ഈ കാര്യം കുറച്ച് പെട്ടെന്നായി പോയില്ലേടാ, നമ്മൾ എങ്ങനെ ഇത് നടത്തുവിടാന്ന് ചോദിച്ചു സുഭാഷ്. അവരുടെ മുന്നിൽ വെച്ചൊന്നും പറയാനും പറ്റിയില്ല എന്ന് പറയുമ്പം, അതൊക്കെ ചെയ്യാൻ ചേട്ടാ, ഈ കല്യാണം എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ തന്നെ നമുക്ക് നടത്തി കാണിക്കണം. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തന്നെ സുഭാഷ് ചേട്ടന് കിട്ടുമെന്ന് നമ്മൾ കാണിച്ചും കൊടുക്കണമെന്ന് പറഞ്ഞു. അതല്ലടാ, പെട്ടെന്നുള്ള ഈ കല്യാണത്തിന് കാശൊക്കെ വേണ്ടേടാന്ന് ചോദിച്ചു സുഭാഷി അനിയന്മാരോട്. അപ്പോൾ ഇവർ അനിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഉള്ളതല്ല എടുത്തല്ലേടാ നമ്മൾ സുധീഷിൻ്റെ കല്യാണം നടത്തിയതെന്ന കാര്യം ചോദിക്കുക കേട്ടോ. അപ്പം ഭയങ്കര വിഷമം. ഉടനെ നമ്മളിങ്ങനെ എവിടെ പോയി ഉണ്ടാക്കും, എത്ര ശ്രമിച്ചാലും അത് ശരിയാക്കാനൊക്കെ കുറച്ച് സമയം വേണ്ടേടാന്നൊക്കെ സുഭാഷ് ചോദിക്കുക. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതിനൊരു വഴി കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ നമ്മുടെ സുധീഷ് നിന്ന് ആലോചിച്ചിട്ട്
എന്ത് വർത്തമാനം എൻ്റെ സുഭാഷ് ഏട്ടൻ പറയുന്നത്? എൻ്റെ കല്യാണം സുഭാഷ് ഏട്ടൻ നടത്തിയെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടത്തേണ്ടത് എൻ്റെ അവകാശമല്ലേ എന്ന് നമ്മുടെ സുധീഷ്. അപ്പോൾ സുഭാഷ് ഒന്ന് ചിരിച്ചു. നിധി അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷ്, എത്ര വേണമെങ്കിലും അതിൻ്റെ 1000 അല്ല ലക്ഷങ്ങളാണെങ്കിലും ഈ സുധീഷ് കൊടുക്കും, നോക്കിക്കോളാനൊക്കെ സുധീഷ് എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അവിടെ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നിധിയും ഒന്ന് ചിരിച്ചു കാണിച്ചു. അപ്പോൾ സുധീഷേട്ടാ, അതെ, ഒന്ന് ആലോചിച്ചിട്ടൊക്കെ നാക്കെടുത്ത് വീശിയാൽ പോരേന്ന് ചോദിച്ചു. അതല്ലേ അതിൻ്റെ ഒരു ശരി. അപ്പോൾ ഇന്ന് അവർ ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു ആളാണല്ലോ സുധീഷേട്ടൻ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം വന്നാൽ അപ്പോൾ അവിടുന്ന് സ്കൂട്ടാവുന്ന ആളല്ലേ എന്നും നികേഷ് ചോദിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സുധീഷ് ചമ്മി. ഇത്രയും നാളായിട്ട് എനിക്കൊരു പെൻസിലെങ്കിലും വാങ്ങിച്ചേട്ടാ തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഹരീഷ് നിൽക്കുന്നു. ആ ആളാണ് കല്യാണത്തിൻ്റെ മൊത്തം ചിലവ് നോക്കാൻ പോകുന്നത്. പിന്നെ എന്തിനാ വെറുതെ ഏറ്റെടുത്ത് ഇങ്ങനെ താങ്ങാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും, നീ നോക്കിക്കോടാന്ന് സുധീഷ് വിളിക്കുമ്പം സുഭാഷ് ഏട്ടൻ ഇതിൽ ഇടപെടേണ്ട, ഈ കല്യാണം ഞാൻ നടത്തും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് സുധീഷ് പറയുക. പിന്നെ നിശ്ചയിച്ച ദിവസം അവർ ഫിക്സ് ചെയ്ത മണ്ഡപത്തിൽ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം ഗംഭീരമായിട്ട് നമ്മൾ അങ്ങ് നടത്തും, നോക്കിക്കോ, ഈ ഞാൻ നടത്തും, എന്താ പോരെ എന്ന് സുധീഷ് ചോദിക്കുക. അപ്പോൾ സുഭാഷ് ഒന്ന് ചിരിച്ചു. അതെ, ഒരു 3 തവണ സത്യം കൂടി ഇട്ടേക്ക്, ഒരു ഇമ്പാക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് ഹരീഷ് പറഞ്ഞപ്പോൾ ഹരീഷേ നീ നോക്കിക്കോ നീ നോക്കിക്കോടാന്ന് പറഞ്ഞോട്ട് സുധീഷ് അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നിന്ന് ചിരിക്കാൻ നിധി അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ നികേഷിനെ കെട്ടിപ്പിടിച്ച് സുഭാഷ് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന സുധീഷിനെ ആട്ടോ. സുധീഷ് ഇങ്ങനെ അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നികേഷ് അങ്ങോട്ടേക്ക് വന്നു. നിനക്ക് പഠിക്കാനൊന്നുമില്ലെന്ന് ചോദിച്ചു. ഇങ്ങനെ ഫോണും കണ്ട് റീൽസും കണ്ടിരുന്നാൽ ഇരിക്കുന്നതിന് ഒരിക്കലും അടുത്തിടെ എന്ന് കിട്ടുമെന്ന് പറഞ്ഞു. എന്തിന്? അവളും ഞാനും തമ്മിലുള്ള നടന്നത് കല്യാണമാണെന്ന് വിചാരം പോലും അവൾക്കില്ലല്ലോ. പിന്നെ റീൽസ് എല്ലാം ഞാൻ കാണുന്നുള്ളൂ, അല്ലാണ്ട് നേരിട്ട് വായി നോക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ കാണും, നീ പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്ക് ഹരീഷ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ സുധീഷേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. സുധീഷ് നോക്കുന്നില്ല, ഈ പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. സുധീഷേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഈ കൊന്തം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ തട്ടിപ്പറിച്ചങ്ങ് വാങ്ങിച്ചു. എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു സുധീഷ്. ഇത്ര അടുത്തൊന്ന് വിളിച്ചിട്ട് എന്താ കേട്ടില്ലെന്ന് ചോദിച്ചു. വിളിക്കുമ്പോൾ എഴുന്നേറ്റ് കുമ്പിടാ, നീ ആര് രാജാവാണോ എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് താടാ ഫോൺ എന്ന് പറഞ്ഞു സുധീഷ്. അപ്പോൾ ഹരീഷ് അത് കൊടുത്തില്ല. ഈ റീലിപ്പോൾ കണ്ടില്ലെങ്കിൽ ഓടിപ്പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഹരീഷ്. നീ കൊള്ളാമല്ലോ, നീ സംസാരിക്കണമെന്ന് ആജ്ഞാപിക്കുമ്പോഴേക്കും ഞാനെല്ലാം അവസാനിപ്പിച്ച് വന്നിരിക്കണം. എനിക്കിപ്പോൾ സംസാരിക്കാൻ സൗകര്യമില്ല, നീ ഫോണിൽ വന്നേ. ഫോൺ തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഉന്തായി തള്ളായി പിടിയും വലിയുമായി ഫോണിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നിധി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവരുടെ ഒന്നും തള്ളും നിർത്തി. നിധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കും. നിധി വന്നിങ്ങനെ ദേഷ്യത്തോടെ നോക്കുക കേട്ടോ. രണ്ടുപേരും ഒന്നും അല്ലാത്തതുപോലെ ഞാൻ നല്ല കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. നിധി രണ്ടുപേരും വന്ന് തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നും പറഞ്ഞിട്ട് നിധി എന്നിട്ട് ഇവരുടെ അടുത്ത് നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി. നിധി അങ്ങ് പോയപ്പോൾ പിന്നെ ഒന്നും തള്ളും തുടങ്ങി, ഒന്നും രണ്ടും പറഞ്ഞ്. അപ്പോൾ നികേഷ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്താ കാര്യം, നിനക്ക് എന്താ സംസാരിക്കാനുള്ളതോ എന്ന് സുധീഷ് ചോദിക്കുമ്പം എല്ലാവരുടെയും മുന്നിൽ വലിയ ആൾ കളിച്ച് വലിയ ഡയലോഗൊക്കെ ഇറക്കിയല്ലോ, പിന്നെ ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ചു. നീ പറഞ്ഞേ ഇങ്ങനെ എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ സുഭാഷേട്ടൻ്റെ കല്യാണത്തിന് എത്ര ചിലവായാലും വേണ്ടില്ല, അത് മുഴുവൻ സുധീഷേട്ടൻ നോക്കിക്കൊള്ളുന്നു. സുധീഷേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ പറഞ്ഞെന്നോ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് സുധീഷ്. പറഞ്ഞു, വേഷം കെട്ടെടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ഹരീഷ്. എടാ നികേഷ്, ഞാൻ അങ്ങനെ പറഞ്ഞെന്നാണോ നീ പറയുന്നത്? അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്, എത്ര ലക്ഷം ചിലവായാലും കുഴപ്പമില്ല എന്നും പറഞ്ഞെന്ന കാര്യം പറയുമ്പോൾ അയ്യോ സത്യമായിട്ടും പറഞ്ഞത് തന്നെയാണ്. ശരി, ഞാൻ പറഞ്ഞെന്ന് തന്നെ വെക്ക്, അതിനിപ്പോൾ എന്താ വേണ്ടതെന്ന് സുധീഷ് ചോദിച്ചപ്പം നോക്ക് സുധീഷേട്ടാ, എൻ്റെ കയ്യിൽ അത്രയ്ക്ക് കാശൊന്നുമില്ല, പറഞ്ഞ പോലെ എല്ലാ ചിലവും സുധീഷേട്ടൻ തന്നെ നോക്കുമോ അതോ ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്ന് ഹരീഷ് ചോദിക്കുക. അപ്പോൾ സുധീഷ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. എടോ വാ തുറന്നൊന്ന് പറയടോ, ഇതിൻ്റെ ചിലവ് ചേട്ടൻ തന്നെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം എടാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല കേട്ടാ, എൻ്റെ കയ്യിൽ എവിടുന്ന് കാശുണ്ടാകാനാണെന്ന് സുധീഷ് ചോദിച്ചു. ചുമനെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എന്ന് ഹരീഷ് പറഞ്ഞു. പിന്നെ എല്ലാ ചിലവും ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. കയ്യിൽ വെച്ചിരുന്ന കാശെല്ലാം നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ചിലവായി പോയില്ലേ എന്ന് ഹരീഷ് ചോദിച്ചു. എൻ്റെ കല്യാണം സുഭാഷ് ഏട്ടൻ നടത്തിയതല്ലേ, ഏട്ടൻ്റെ കല്യാണം ഞാൻ നടത്തേണ്ടേ എന്ന് വലിയ വാദം എന്താ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ അത് ശരി, അപ്പോൾ എല്ലാ ചിലവും എൻ്റെ തലയിൽ കെട്ടിവെക്കണം, അതാണ് നിൻ്റെ ലക്ഷ്യം അല്ലേടാ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അങ്ങനെ കെട്ടിവെക്കണമെന്നൊന്നും ഇവിടെ ആരും വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് സുധീഷ് ഏട്ടൻ തന്നെയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പം കാര്യം പറ, കയ്യിൽ കാശുണ്ടോ ഇല്ലയോ, അതോ എടോ ഇല്ലെങ്കിൽ എനിക്ക് എവിടെന്നെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യണം, അതിനാ ചോദിക്കുന്നതോ ഒന്ന് തുറന്ന് പറയാൻ പറഞ്ഞു. അന്നേരം പിന്നെ ഞാനെന്താ കാശടിക്കുന്ന മിഷൻ വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വെച്ചാൽ ഇത്രയും കാശിന് ഞാനവിടെ പോകാനാണെന്ന് സുധീഷ് ഇവരോട് ചോദിക്കണം. ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് വിചാരിച്ച് കല്യാണത്തിന് മൊത്തം ചിലവും ഞാൻ വായിക്കണമെന്ന് വെച്ചാൽ എവിടുത്തെ ഏർപ്പാടൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. സുധീഷേട്ട ഹരീഷേട്ടൻ അങ്ങനെയല്ല പറഞ്ഞത്, എല്ലാ ചിലവും സ്വന്തമായിട്ട് നടത്തിക്കോളാമെന്ന് പറഞ്ഞില്ലേ, അതെന്താ ഐഡിയ വെച്ചിട്ടാണെന്ന് ചോദിച്ചതാ. അത് പിന്നെ
ദേ നോക്ക്, എനിക്കൊരു കുറിയുണ്ട്, അത് വിളിക്കാം. കുറച്ച് കാശ് ഞാൻ ഓണറിൻ്റെ അടുത്തുനിന്ന് ചോദിക്കുകയും ചെയ്യാം. ബാക്കി കാശിന് എന്ത് ചെയ്യും അത് നിങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എടാ അത് നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. എടോ കല്യാണം ഇങ്ങോട്ട് അടുത്തു, പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു. എടാ നിൻ്റെ ഓണറെ പോലെയല്ല എൻ്റെ ഓണർ. ഇപ്പം തന്നെ അയാളുടെ കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞിട്ടാ ജോലിക്ക് എന്നെ ഒന്ന് തിരിച്ചെടുത്തത്. എൻ്റെ കയ്യിലാണെങ്കിൽ ചില്ലി കാശ് സേവിങ്സും ഇല്ല. എടാ എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ നീ ചുമ്മാ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറഞ്ഞു. ഇയാൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പിന്നെ എന്തിനാ കല്യാണം ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാമെന്ന് വിളിച്ചു പറഞ്ഞു എന്ന് ഹരീഷ് ചോദിച്ചു. അപ്പോഴത്തേക്കും ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞ് പണം ചെലവാക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം എന്ന് സുധീഷ് ചോദിക്കുക കേട്ടോ. അതെ, ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാതെ മോനെ ഒരു കാര്യം ചെയ്യുക, കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്താമെന്ന് ചെറിയ രീതിയിൽ നടത്താമെന്ന് അങ്ങ് തീരുമാനിക്കാം കേട്ടാ. അപ്പോൾ ചിലപ്പോൾ കുറച്ച് കുറയും ചെയ്യുന്നു സുധീഷ് പറയുമ്പോൾ ഇയാളുടെ കാര്യത്തിൽ ഒരു ഉഗ്ര റിസപ്ഷൻ അവിടെ അറേഞ്ച് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാനാണോ ആവശ്യപ്പെട്ടത്? ഞാനത് ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ ചെയ്തതെന്ന് സുധീഷ് ചോദിക്കുക. അപ്പോൾ ഇവർ അന്തം വിട്ട് നോക്കുക. ഒരു കാര്യമല്ല, അത് എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ നിങ്ങളാണോ അത് നടത്തിയത്, അത് നിങ്ങളുടെ തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ ഹരീഷ് നിൽക്കുക. ഞാൻ നിങ്ങളോട് കാശ് ചെലവാക്കാൻ പറഞ്ഞോടാ, പറഞ്ഞോ? എന്നിട്ട് നിങ്ങളുടെ മണ്ടത്തരത്തിന് ഞാൻ ഉത്തരം പറയണം എന്നല്ലേ? കൊള്ളാലോ അത്, നിങ്ങളാണ് ചിലർക്കാരനല്ലല്ലോ. അപ്പോൾ വെറുതെ ചുമോരെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കി നിൽക്കരുത്. എന്താണോ സംസാരിക്കണം അത് മാത്രം സംസാരിച്ചാൽ മതി എന്ന് നികേഷ് പറഞ്ഞു. എടാ ഇങ്ങയുടെ വായിൽ നിന്ന് വരുന്നത് കേട്ട പിന്നെ കല് വരാതിരിക്കുമെന്ന് വെച്ചു ഹരീഷ്. നോക്കിക്കോ, സുഭാഷേൻ്റെ കല്യാണത്തിന് ഇങ്ങനെ 10 പൈസ തരാൻ പോണില്ല. എടാ ഇന്നേ വരെ വീട്ടു ചെലവിന് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? എടാ ഇങ്ങേര് വെറും ഫ്രോഡാടാന്ന് പറഞ്ഞു ഹരീഷ്. ആരാടാ ഫ്രോഡ് എന്ന് ചോദിച്ചു. ഇങ്ങേര് കാണിക്കുന്നത് തന്നെ പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടെ മുട്ടനടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടി കുനിച്ചിട്ട് കൂമരട്ടിടിയൊക്കെ. അപ്പോഴേക്കും നമ്മുടെ നികേഷ് വന്ന് ഇത് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരെവിടെ കേൾക്കാൻ. അപ്പോഴാണ് നിധി അതുവഴി വരുന്നത്. നിധി നേരം എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രം എടുത്തുകൊണ്ടുവന്ന് നിലത്തേക്ക് ഒരു ഒറ്റയേറ്. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും നോക്കി. സുഭാഷും പിടിച്ച് വലിച്ച് മാറ്റാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല കേട്ടോ. ഇവരുടെ അത്രയ്ക്ക് വലിയ പൊരിഞ്ഞ അടിയായിരുന്നു. ആ സമയത്ത് നമ്മുടെ നിധി വന്നിങ്ങനെ പാത്രം വലിച്ചെറിഞ്ഞ് ഇവർ രണ്ടുപേരും കലിപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. സുധീഷ് പറഞ്ഞതൊന്നും ഇവരാരും അറിഞ്ഞിട്ടുമില്ലല്ലോ. അപ്പോൾ ഇതൊന്നും നിർത്തുന്നുണ്ടോ? നിർത്താറായില്ലേ ഇതുവരെ എന്ന് നിധി ഇവരോട് ചോദിച്ചു. ഇത്ര വിവരമില്ലേ നിങ്ങൾക്ക്? ചെറിയ പിള്ളേരാണോ നിങ്ങൾ? അവർ പോലും ഇങ്ങനെ കെട്ടിമറിഞ്ഞ് അടി കൂടത്തില്ലല്ലോ എന്നും നിധി ഇവരോട് ചോദിക്കാം. തൂണ് പോലെ ഇത്രയും വളർന്നിട്ട് ഇങ്ങനെ അടി കൂടാനെന്താ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ നിധി ഇവരോട് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. ഇനി ഇവിടെ നിന്നൊരു ശബ്ദം കേട്ടാ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന മറ്റേ പാത്രം കൂടെ വലിച്ചെറിഞ്ഞിട്ട് നിധി അങ്ങ് പോയ നിധി തിരിഞ്ഞു നോക്കി വെച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് ചെന്നു. സോറി സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിധി അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. നിധി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സുഭാഷ് ഇങ്ങനെ നിധിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്താണോ ഇതൊക്കെയെന്ന് ചോദിച്ചു സുഭാഷ്. ഞാനൊന്നും അല്ല സുഭാഷ് ഏട്ടാ, എൻ്റെ മെക്കിട്ട് ചുമ്മാ ഇവൻ വന്ന് കയറിയതാണെന്ന് പറഞ്ഞു സുധീഷ്. ഞാനോ? എടോ എന്താ ഉണ്ടായെന്ന് ഞാനിവിടെ പറയട്ടോ? താൻ എന്താ പറഞ്ഞെന്ന് ഞാൻ പറയട്ടോ? എന്താണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെയും വഴക്ക്. സുഭാഷ് എന്ന് പിടിച്ചു വലിച്ച് പിന്നെയും മാറ്റി. അപ്പോഴത്തേക്ക് മാറിക്കിടാന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ചെന്നു കേട്ടോ. നീയൊക്കെ എന്താ കാണിക്കുന്നത്? ആ കുട്ടി പറഞ്ഞിട്ട് പോയി നീയൊക്കെ കേട്ടതല്ലേ എന്ന് സുഭാഷ് ചോദിച്ചു. ദയവ് ചെയ്ത് അടി ഉണ്ടാക്കി ഏട്ടത്തി ഒന്ന് പറഞ്ഞു വിടരുത്, എനിക്ക് അത്രേ പറയാനുള്ളതെന്ന് നികേഷ് അന്നേരം പറഞ്ഞു. അത്രയും മുന്നോട്ട് നികേഷ് അവിടെ അങ്ങോട്ടേക്ക് പോയി. നികേഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സുഭാഷിന് ഭയങ്കര സങ്കടമായി. പൊക്കേടെ രണ്ടെണ്ണം കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരെ പറഞ്ഞു വിട്ടിട്ട് സുഭാഷ് ഇങ്ങനെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നിൽക്കുക. പിന്നെ രാവിലെ നമ്മുടെ ഹരീഷ് മുറ്റം അടിക്കുന്നു, അച്ഛൻ സൈക്കിൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഹരീഷ് അടിച്ച് വരുന്ന പൊടി സൈക്കിളിൽ പറ്റുക. അവൻ്റെ ഒരു മിറ്റം അടിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ സൈക്കിൾ എടുത്ത് അങ്ങോട്ട് കുറച്ച് മാറ്റി വെച്ചു. ഹരീഷ് മിറ്റം നല്ല വൃത്തിക്ക് അടിച്ചുമായിരുന്നു. സുധീഷ് വീട് തുടയ്ക്കുന്നു, നികേഷ് അവിടെ നിന്ന് പഠിക്കുന്നു, സുഭാഷ് അടുക്കളയിൽ ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് എല്ലാ പണികളും എല്ലാവരും ഇങ്ങനെ സെടപടേന്ന് തീർക്കാട്ടോ. പിന്നെ നമ്മുടെ സുധീഷ് വിളക്ക് വെച്ച് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ ആരതി വീഴുന്ന പോലെയൊക്കെ നിന്ന് കാണിക്കുമ്പോഴത്തേക്കും നികേഷിന് ഇതൊക്കെ കണ്ടിട്ട് ചിരിയായിരുന്നു. നികേഷ് അന്നേരം അവിടെ ഇങ്ങനെ ചുമച്ചുകൊണ്ട് ചിരിച്ചു. ദേവി കത്തോളേ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് എന്നിട്ട് അകത്തേക്ക് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കി നീതി കാണുന്നുണ്ടോ എന്ന്. ഭക്തി കൂടി ഇപ്പോൾ അഡ്രസ്സ് മാറിപ്പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ നികേഷ് അപ്പോഴേക്കും നമ്മുടെ ഹരീഷ് കയറി വന്നു. സുധീഷ് ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. സുഭാഷും പിന്നാലെ കയറി വന്നു. എടാ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെന്നുള്ളൊരു ചിന്ത വേണം നിങ്ങൾക്ക്. എന്തിനാ ഇങ്ങനെ രണ്ടുപേരും കൂടെ അടി കൂടുന്നത്? ഞാൻ എത്ര തവണ നിങ്ങൾ രണ്ടുപേരോടും കൂടി പറഞ്ഞിട്ടുള്ളതാ, ഒരു തവണയെങ്കിലും നിങ്ങളത് വില വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സുഭാഷ് ഏട്ടാ ഞാനൊന്നുമല്ല, ഇവനെല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞു. ഓഹോ ഞാൻ എന്ത് ചെയ്തെന്നാ? പിന്നെ ഞാനാണ് ഇവിടെ വഴക്കുണ്ടാക്കിയത്? അതെ ഇയാൾ തന്നെയാണ് വഴക്കുണ്ടാക്കിയത്. ചുമ്മാ തോന്നിവാസം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പിന്നെ ഒച്ചയും പാടും. ഒന്ന് നിർത്താമോ രണ്ടുപേരും? രാവിലെ തന്നെ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഏട്ടത്തി പറഞ്ഞ് നിങ്ങൾ കേട്ടതാണല്ലോ. ഏട്ടത്തി വീട്ടിൽ നിൽക്കണോ അതോ പോണോ? നിങ്ങൾ കാരണം ഏട്ടത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ രണ്ടുപേരും ഞാൻ ഓടിച്ചിടും ഉറപ്പാണെന്ന് നികേഷ് പറഞ്ഞു. മതിയടാ നിർത്തി എന്ന് നമ്മുടെ ഹരീഷ്. എടാ ചെക്ക ഇതാണ് നമ്മുടെ കുടുംബം കേട്ടോ. കാലങ്ങളായിട്ട് ജീവിച്ചു പോകുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന്. പെട്ടെന്നൊരു ദിവസം എല്ലാ മര്യാദയും തികഞ്ഞൊരു കുടുംബമായിട്ട് ജീവിക്കാൻ ഒരു ഇച്ചിരി പാടാ. നീ പോയി നിന്റെ പണി നോക്കടാ എന്ന് സുധീഷ് പറയുമ്പോൾ നമ്മുടെ നിധി അങ്ങോട്ടേക്ക് വന്നു. അത് ശരി, അപ്പോൾ ഒരു കാര്യം ഇല്ലാണ്ട് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് ഞങ്ങൾ കൈയും കെട്ടി
വായും പൂട്ടി നോക്കി നിൽക്കണമെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഇതാടാ നീ പറയടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് ഇങ്ങനെ പറയാം. അപ്പം നിധി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടുകൊണ്ട് സാട്ടൻ നിർത്തിയതാണ് നമ്മുടെ നികേഷ്. പക്ഷെ നിധി വന്ന് നിൽക്കുന്നത് സുധീഷ് മാത്രം കണ്ടില്ല. പറയടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞൊട്ടി വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന നിധിയെ. സുധീഷും ആകെ ചമ്മി. നിധി എന്നിട്ട് ഇവരെ ഇങ്ങനെ 4 പേരെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.